Good morning, all. Today we are discuss about share certificate. A share certificate is a document issued by the company stating that the person named therein is the registered holder of the specified number of shares of a certain class and they are paid up to the amount specified in the share certificate. The share certificate must bear the common seal of the company and also must be stamped under the relevant stamp. അതായത് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഡോക്യുമെൻ്റ് ആണെന്ത് ഷെയർ സർട്ടിഫിക്കറ്റ്. ഈ ഷെയർ സർട്ടിഫിക്കറ്റിൽ കമ്പനിയിലെ രജിസ്റ്റേർഡ് ഹോൾഡർ, അതായത് ഷെയർസ് വാങ്ങിയിട്ടുള്ള ആൾ ആരാണോ അയാൾ എത്ര ഷെയർസ് വാങ്ങിയിട്ടുണ്ട്, സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ്, ഏത് ക്ലാസ് ഓഫ് ഷെയർസാണ് അവർ വാങ്ങിയിട്ടുള്ളത്, അതുപോലെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഷെയർസ് എത്രയാണ്, അതുപോലെ ഏത് ടൈപ്പ് ഓഫ് ഷെയർസാണ് വാങ്ങിയിട്ടുള്ളത്, അതുപോലെ നമ്പർ ഓഫ് ഷെയർസ്, ആ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഷെയർ സർട്ടിഫിക്കറ്റിൽ കമ്പനിയിലെ കോമ്പൗണ്ട് സീലും അതുപോലെ റെലവൻറ്റ് സ്റ്റാമ്പും സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് അങ്ങനെ കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. അതായത് കമ്പനീസ് ഒരുപാട് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴും കമ്പനിയിലെ രജിസ്റ്റേർഡ്, ആ ഷെയർ വാങ്ങിയിട്ടുള്ള രജിസ്റ്റേർഡ് ഹോൾഡർ ആരാണ്, ആ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫുള്ളി പെയ്ഡപ്പ് ഷെയർസിനും അതുപോലെ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസിനും ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇനി ഈ ഷെയർ സർട്ടിഫിക്കറ്റിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. ഈ ഒരു ഡോക്യുമെൻറ്റിൽ എന്തുണ്ടായിരിക്കണം, കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓഫീസ് എവിടെയാണ്, അതിൻ്റെ നെയിം, കമ്പനിയിലെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സും അതുപോലെ കമ്പനി നെയിമും കാണിച്ചിട്ടുണ്ടായിരിക്കണം. സെക്കൻഡായിട്ട് പറയുന്നതാണ് സീരിയൽ നമ്പർ ഓഫ് ദി ഷെയർ സർട്ടിഫിക്കറ്റ്. അതായത് ഒരു കമ്പനി ഒരുപാട് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ സീരിയൽ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ അത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. തേർഡ് വൺ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദി സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് എന്നാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ ഡേറ്റും ഈ ഒരു സർട്ടിഫിക്കറ്റിൽ കണ്ടൻ്റ് ആയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഹോൾഡർ. അതായത് ഷെയർ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ഹോൾഡർ ആരാണ്, അയാളുടെ പേരും അതുപോലെ അയാളുടെ അഡ്രസ്സും ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമ്പർ ആൻഡ് ക്ലാസ് ഓഫ് ഷെയർസ്, അതായത് ഏത് ക്ലാസ് ഓഫ് ഷെയർസാണ്, അതുപോലെ എത്ര നമ്പർ ഓഫ് ഷെയർസാണ് ഇവർ ഹോൾഡ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസും കാണിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഡിസ്റ്റിങ്ക്റ്റീവ് നമ്പർ ഓഫ് ഷെയർസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഷെയർ സർട്ടിഫിക്കറ്റ്. അതായത് ഒരുപാട് നമ്പർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ ഷെയർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ നമ്പറും ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റിൽ കാണിക്കണം. അതുപോലെ നോമിനൽ വാല്യൂ ഓഫ് ഈച്ച് ഷെയർ, ഓരോ ഷെയറിൻ്റെ നോമിനൽ വാല്യൂ ഉണ്ടായിരിക്കണം. അതുപോലെ ഓരോ ഷെയറിനും എത്ര എമൗണ്ടാണ് പേ ചെയ്യുന്നത് അതും ഇതിലുണ്ടായിരിക്കണം. പിന്നെ ഇംപ്രഷൻ ഓഫ് കോമൺ സീല്, അതായത് കോമൺ സീല് പതിപ്പിച്ചതായിരിക്കണം ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ്. പിന്നെ സിഗ്നേച്ചറിനുള്ള സ്പേസും ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ കണ്ടൻറ്റിലുണ്ടായിരിക്കണം. അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് വാങ്ങിയിട്ടുള്ള രജിസ്റ്റേർഡ് ഹോൾഡറിൻ്റെയൊക്കെ പേരും ഡീറ്റെയിൽസും കമ്പനിയുടെ സീലൊക്കെ കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഷെയർ വാറൻറ്റ്. ഷെയർ വാറൻറ്റ്സ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ബൈ പബ്ലിക് കമ്പനീസ്. നമുക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് പബ്ലിക് കമ്പനി അതുപോലെ പ്രൈവറ്റ് കമ്പനി ഇഷ്യൂ ചെയ്യും. പക്ഷേ ഈ ഒരു ഷെയർ വാറൻറ്റി ഇഷ്യൂ ചെയ്യുക പബ്ലിക് കമ്പനി മാത്രമാണ് ഷെയർ വാറൻറ്റി ഇഷ്യൂ ചെയ്യുന്നത്. എ ഷെയർ വാറൻറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് അണ്ടർ ദി കോമൺ സീൽ ഓഫ് ദി കമ്പനി സ്റ്റേറ്റിംഗ് ദാറ്റ് ദ ബിയറർ ഈസ് എൻറ്റിറ്റി ടു ദി സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ്. Being a bearer document, it can be transferred by mere delivery. ഈ ഒരു ഷെയർ വാറൻറ്റി എന്ന് പറയുന്നത് ഇതൊരു ഡോക്യുമെൻ്റാണ്. ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് തന്നെയാണ് ഷെയർ വാറൻറ്റി. ഈ ഷെയർ വാറൻറ്റിൽ ബിയറർ, അതായത് നമ്പർ ഓഫ് ഷെയർസ് വാങ്ങിയിട്ടുള്ള, അതായത് ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ എ പബ്ലിക് കമ്പനി സർട്ടിഫൈങ് ദാറ്റ് ദി ഹോൾഡർ ഓഫ് ഇറ്റ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ദി നമ്പർ ഓഫ് ഷെയർസ് സ്പെസിഫൈഡ് ഇൻ ഇറ്റ്. അതായത് എത്ര നമ്പർ ഓഫ് ഷെയർസ് വാങ്ങിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണെന്ത് ഷെയർ വാറൻറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഷെയർ വാറൻറ്റിലും കമ്പനിയുടെ സീല് കാണിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ആയിട്ടാണ് ഈ ഒരു ഷെയർ വാറൻറ്റി ഇഷ്യൂ ചെയ്യുക. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി. ഇതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ,
ഡെലിവർ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഷെയർ വാറൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഷെയർ ഡെലിവർ ചെയ്യുന്ന ടൈമിലാണ് ഈ ഷെയർ വാറൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഈ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആരാണോ അയാളുടെ ഡീറ്റെയിൽസ്, അയാൾ എത്ര നമ്പർ ഓഫ് ഷെയർസാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഷെയർ വാറൻറ്റ്. ഈ പ്രൊവിഷൻസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർ വാറൻറ്റ്. ഈ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. അണ്ടർ സെക്ഷൻ 414 ഓഫ് ദി കമ്പനീസ് ആക്ട് 1956 ദി ഷെയർ വാറൻറ്റ്സ് മേ ബി ഇഷ്യൂഡ് സബ്ജക്റ്റ് ടു ദി ഫോളോയിങ് കണ്ടീഷൻസ്. ഈ ഒരു ഫോളോയിങ് കണ്ടീഷൻസ് നോക്കിയാൽ മാത്രമേ, അതിനനുസരിച്ച് മാത്രമേ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വൺ പറയുന്നത് ദ ആർട്ടിക്കിൾസ് മസ്റ്റ് എംപവർ ദി കമ്പനി ടു ഇഷ്യൂ ഷെയർ വാറൻറ്റ്സ്. ആർട്ടിക്കിൾസിൽ എന്തുണ്ടായിരിക്കണം, കമ്പനിയിലെ ആർട്ടിക്കിൾസിൽ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അധികാരമുണ്ടായിരിക്കണം. സെക്കൻഡ് എന്ന് പറയുന്നത് ഷെയർ മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ്. ഷെയർ വാറൻറ്റ്സ് കനോട്ട് ബി ഇഷ്യൂഡ് ഫോർ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ്. അതായത് ഈ ഷെയർ വാറൻറ്റ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു വാറൻറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. ഇതൊരിക്കലും പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിന് ഇഷ്യൂ ചെയ്യില്ല. Next one, the company must obtain the approval of the central government before it can issue share warrant. ഈ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുന്നേ കമ്പനി എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അതിന് ശേഷം മാത്രമേ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൺലി പബ്ലിക് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ക്യാൻ ഇഷ്യൂ ഷെയർ വാറൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു പബ്ലിക് കമ്പനീസിന് മാത്രമേ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പബ്ലിക് കമ്പനിയിൽ തന്നെ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്നുള്ള കമ്പനീസിന് മാത്രമേ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആർട്ടിക്കിൾസിൽ എന്താണ് ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പിന്നെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിന് മാത്രമേ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പബ്ലിക് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ് ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യുക. നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി കമ്പനി ഈസ് ദാറ്റ് ഇറ്റ്സ് ഷെയർസ് ആർ ട്രാൻസ്ഫറബിൾ.